ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാധികയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ സൂര്യയ്ക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ കൽപ്പനയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും സൂര്യ എഴുന്നേപ്പിച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് രാധിക. എന്നാൽ കൽപ്പന വന്നിട്ട് പറയുന്നു, ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്, അല്പം പ്രൈവസി വേണ്ട സ്ഥലം, ഇവിടെ നിന്റെ സേവനം ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളോടും എനിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കില്ല, നീ വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ പോവാൻ നോക്ക് എന്ന് കൽപ്പന രാധികയോട് പറഞ്ഞു. ഇതേട്ടൻ്റെ കാലിൽ പുരട്ടേണ്ടതാണ്, പുരട്ടിക്കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഒരു മരുന്ന് രാധിക കൽപ്പനയെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. കൽപ്പന അതവിടെ വെച്ചിട്ട് വളരെ ദേഷ്യത്തോടെ ഡോർ വലിച്ചടയ്ക്കുകയാണ്. സൂര്യ കൽപ്പനയോട് പറയുന്നു, എന്തിനാ ആ കുട്ടിയോട് ഇത്രയ്ക്ക് ദേഷ്യം, നമുക്ക് നല്ലത് വരണേ എന്നല്ലേ ആ കുട്ടി ചിന്തിക്കുന്നത്. കൽപ്പന പറയുന്നു, ഓരോരുത്തരെ എവിടെ നിർത്തണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം, സൂര്യയുടെ ചികിത്സ നടക്കണമെന്നും സൂര്യ എഴുന്നേറ്റ് നടക്കണമെന്നും എൻ്റെയും കൂടി ആവശ്യമാണ്, എന്ന് കരുതി ആരെയും കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കാൻ ഞാൻ അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും പാട്ട് കേട്ടിരിക്കുകയാണ് കൽപ്പന, ആ മരുന്ന് സൂര്യയുടെ കാലിൽ പുരട്ടി കൊടുക്കുന്നു പോലും ചെയ്യാതെ. പിന്നീട് കാണിക്കുന്നത് ശ്യാമ അമൃതയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എഴുത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാലിനിയോട് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. എനിക്ക് എന്താ ആവശ്യം, എല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്ന് അമൃത പറഞ്ഞു. അല്ല, പണത്തിനോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ കുട്ടികൾക്കോ മറ്റോ അയക്കണമെങ്കിൽ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നു. ഞാൻ ചോദിച്ചോളാം ശ്യാമ, വെറുതെ ടെൻഷൻ ആകണ്ട എന്ന് അമൃത പറയുന്നു. ഈ സമയം മാലിനി അവിടേക്ക് വന്നു. ആ ബ്രോക്കർ ജഗദീഷ് വിളിച്ചിരുന്നു, അഡ്വാൻസുമായിട്ട് ഇന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഇത് കേൾക്കുമ്പോൾ ശ്യാമ, അഡ്വാൻസോ എന്തിൻ്റെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മേഡം ഒന്നും അറിഞ്ഞില്ലേ, ആ വസ്തുവിൻ്റെ കാര്യം പറയുന്നുണ്ട്, ആ വസ്തു വിൽക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു എന്നും മാലിനി പറയുമ്പോൾ ഒന്നും അറിയാതെ അമൃതയും ശ്യാമയും പരസ്പരം നോക്കുന്നു. ഈ പറഞ്ഞ ജഗദീഷാണ് അതിൻ്റെ ബ്രോക്കർ. വസ്തു വിൽക്കാനോ, ഇതാരാ തീരുമാനിച്ചത് എന്ന് ശ്യാമ പറയുമ്പോൾ മാലിനി പറയുന്നുണ്ട്, ഐശ്വര്യ മേഡമാണെന്ന്. വിലയുടെ കാര്യത്തിൽ ധാരണയായെന്നാ മേഡം പറയുന്നത് കേട്ടത്. ആരോട് ചോദിച്ചിട്ട് ഐശ്വര്യ എടുത്ത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്? എൻ്റെ പേരിലുള്ള മുഴുവൻ പ്രോപ്പർട്ടിയും എൻ്റെ മകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കാവൽ നിൽക്കുന്നവർ ഉടമകളാകാൻ നോക്കണ്ട. ആ ബ്രോക്കറുടെ നമ്പറുണ്ടോ മാലിനിയുടെ കയ്യിൽ? അത് എനിക്ക് വേണം. ഈ കച്ചവടം നടക്കില്ലെന്നും ശ്യാമ പറയുന്നു. ഇത് എന്നല്ല, എൻ്റെ പേർക്കുള്ള ഒരു സ്വത്തും ഞാൻ അറിയാതെ മറ്റാർക്കും അധികാരം ചെയ്യാനുള്ള ആവശ്യമില്ല. മാലിനി പറയുന്നു, ഞാൻ അറിഞ്ഞ കാര്യം മേഡത്തോട് വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഐശ്വര്യടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ അറിയിച്ചാൽ മതി. എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് എനിക്കറിയാം എന്നും ഞാൻ അറിയാതെ എൻ്റെ സമ്പത്തിൽ നിന്നും ഒരുപാട് ഒഴുകിപ്പോയിട്ടുണ്ട്. കണക്കുകൾ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ ചോദിക്കേണ്ടെന്ന് വെച്ചിട്ടാ. പക്ഷേ ഇനി ഞാൻ ചോദിക്കും, എൻ്റെ മകൾക്ക് വേണ്ടി കൂട്ടിവെച്ചിരിക്കുന്ന ഒരു തരി മണ്ണ് പോലും ഇനി എനിക്ക് നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നും ശ്യാമ പറയുന്നു. എന്നിട്ട് മാലിനിയെ പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. മാലിനി പോയി കഴിഞ്ഞതിന് ശേഷം ശ്യാമ അമൃതയോട് പറയുന്നു, എടുത്തി കേട്ടില്ലേ, ഐശ്വര്യടുത്ത് എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് എന്ന് കണ്ടില്ലേ? ശ്യാമയോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇതിനൊക്കെ എങ്ങനെയാ ധൈര്യം കിട്ടുന്നതെന്ന് അമൃത. എന്നെ തകർക്കാൻ എളുപ്പമാണല്ലോ, നഷ്ടങ്ങൾക്ക് മേളിൽ സങ്കടപ്പെട്ട് കിടക്കുകയാണല്ലോ, ചവിട്ടാം, ചവിട്ടി അരയ്ക്കാം, പക്ഷേ ഇനി ഞാൻ വിട്ടു കൊടുക്കില്ല എടുത്തി. എൻ്റെ മകൾക്ക് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും തീർത്തോളം എനിക്ക് അവളെ ജീവിപ്പിക്കണം. അവൾ സമ്പന്നയാണ്, അവളുടെ അമ്മ സമ്പാദിച്ച് കൂട്ടിയതൊക്കെ ഒരാൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ലെന്നും ശ്യാമ പറയുന്നു. ഇതേസമയം മാലിനി ഐശ്വര്യയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, മേഡം പറഞ്ഞതുപോലെ കച്ചവടത്തിൻ്റെ കാര്യം ഞാൻ ശ്യാമ മേഡത്തോട് പറഞ്ഞു, ഇനി അത്തരം ഒരു കച്ചവടങ്ങളും നടക്കില്ല എന്ന് തീർത്ത് പറഞ്ഞു. മേഡത്തോട് അത് ചോദിക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. പിന്നെ മേഡം, ഞാൻ സംസാരിച്ചിട്ട് അവിടുന്ന് പോയതിനു ശേഷം അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ശ്യാമ മേഡത്തിന് സ്വന്തം മകളെ അറിയാം എന്ന് തന്നെയാണ്. ഉറപ്പായിട്ടും ആ കുട്ടി ശ്യാമ മേഡത്തിന് അറിയാവുന്ന എവിടെയോ ഉണ്ട്. ഒരു പക്ഷേ ഐശ്വര്യ മേഡത്തെ പേടിച്ച് കൂടെ കൂട്ടതായിരിക്കും. ഐശ്വര്യ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ മാലിനി, ഈ വസ്തു കച്ചവടം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത് മാത്രമാണ്. ഇപ്പോൾ ശത്രു വിളിച്ചത് വന്നു കഴിഞ്ഞു. ശ്യാമയുടെ ജീവിതത്തിൽ ഇനി ഒരു കൊലപാതകം കൂടി കാണാനുള്ള ഭാഗ്യമുണ്ട്. കൊല്ലും ഞാൻ, അതിനും ഞാൻ മടിക്കില്ല. ശ്യാമയുടെ സമ്പത്തിന് ശ്യാമയുടെ മനസ്സിൽ അവകാശി ഉണ്ടായിരിക്കാം, പക്ഷെ എൻ്റെ മനസ്സിൽ അവകാശിയായിട്ട് ഞാനേ ഉള്ളൂ, അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് പ്രിയങ്കയാണെങ്കിൽ ഒരു ടവലുമായി നിൽക്കുകയാണ്. വരുൺ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പുറത്ത് തന്നെയാണ് ടവലുമായി പ്രിയങ്ക നിൽക്കുന്നത്. ഇറങ്ങട്ടെ, ഒരു ഭാര്യയുടെ സ്നേഹം എന്താണെന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. വരുൺ ഇറങ്ങുന്നുണ്ട്. എന്താ വരുണത്, എന്താ തല നന്നായിട്ട് തോർത്താത്തത്, തലയിൽ വെള്ളം വരുന്നാൽ ജലദോഷം പിടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക കയ്യിലിരുന്ന ടവല് വെച്ച് വരുണിൻ്റെ തല തോർത്തി കൊടുക്കുന്നു. എന്താ ഇത്, എന്താ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ അത് തട്ടി മാറ്റുന്നു. ഇത് എൻ്റെ അവകാശമല്ല എന്ന് പ്രിയങ്ക. എൻ്റെ തല നിന്റെ അവകാശമാകുന്നത് എങ്ങനെയാ? എൻ്റെ പണം നിന്റെ അവകാശമായിരുന്നു, അത് നീ വാങ്ങിച്ചു.
എന്ന് വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ഒന്ന് നിർത്ത് വരുൺ, എപ്പോഴും പണത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ ഇങ്ങനെ അകറ്റാതെ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതൊക്കെ മറന്നെന്ന്. ഒരു കാര്യം ചെയ്തേ, ഇവിടെ ഇരുന്നേ എന്ന് വരുണിന്റെ മുടി ചീകി തരുന്നത് ഞാനാണെന്ന് പ്രിയങ്ക. നീ അധിക നാൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ സ്വാതന്ത്ര്യത്തിൽ കൂടുതൽ ഇടപെടാൻ നോക്കിയാൽ മോളെ ആറ്റുവാശ്ശേരിയിൽ പോയി നിൽക്കും, കേട്ടല്ലോ. നിന്റെ ഈ നാണവും പിണക്കമൊക്കെ കാണുമ്പോഴേ എൻ്റെ കൈ തരിക്കുകയാണ്, നീ എൻ്റെ നടി വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്കയെ തള്ളി മാറ്റിയിട്ട് വരുൺ പോകുന്നു. നിരാശയോടെ നിൽക്കുകയാണ് പ്രിയങ്ക. പിന്നെ ഈ വരുൺ എന്ന് പറഞ്ഞ് വരുണിന്റെ അടുത്തേക്ക് പോയി ഷെൽഫ് തുറന്ന് ഒരു ഷർട്ട് എടുക്കുന്നുണ്ട്. ഇന്നതേ വരുൺ, ഈ ഷർട്ട് ഇട്ടാൽ മതി, എനിക്കിഷ്ടമുള്ളത് ഈ ഷർട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അത് വരുണിന്റെ ദേഹത്ത് വെച്ച് നോക്കുകയാണ് പ്രിയങ്ക. വരുൺ അത് വാങ്ങിച്ചിട്ട് ഒരൊറ്റ എറിയാണ് എറിയുന്നത്. കൊണ്ടുപോയിക്കോണം, ദേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഷർട്ടിനെ ഇടില്ല. കാരണം എന്താണെന്ന് അറിയാമോ, ഈ ഷർട്ട് നിനക്കിഷ്ടപ്പെട്ടതുകൊണ്ട്. മാറങ്ങോട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ വീണ്ടും തട്ടി മാറ്റിയിട്ട് വരുൺ വേറെ ഒരു ഷർട്ട് എടുക്കുന്നുണ്ട്. പെട്ടെന്ന് കണ്ണിൽ കുത്തി കണ്ണുനീര് വരുത്തിയിട്ട് ആക്ടിങ് ചെയ്യുകയാണിപ്പോൾ പ്രിയങ്ക. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കരയുന്നത് കണ്ടില്ലേ എന്നൊക്കെ. ആ കണ്ടോളത് പറയാലോ, അത്യാവശ്യം വൃത്തിയായിട്ട് നീ കരയുന്നുണ്ട്. ആരാ നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്? അല്ലെങ്കിൽ തന്നെ ആര് പഠിപ്പിക്കാനാ? നിന്റെ കയ്യിലുള്ള അഭ്യാസങ്ങൾ ആർക്കെങ്കിലും പഠിപ്പിച്ചു തരാൻ സാധിക്കുമോ? മോളെ ഇവിടെയൊന്ന് ഇരിക്കേ, എന്നിട്ട് നന്നായിട്ടൊന്ന് ആലോചിക്കേ. എന്നിട്ട് എന്നോട് എന്തെങ്കിലും സ്നേഹമോ ആത്മാർത്ഥതയോ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാമെന്ന വാക്കില്ലേ, അത് പാലിക്കാൻ നോക്കും. എന്നിട്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം, കേട്ടോ എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പോകുന്നു. ദേഷ്യത്തോടെ ആ ടവല് വലിച്ചെറിയുകയാണ്. ദുഷ്ടൻ, എത്ര കഷ്ടപ്പെട്ടാലും ഒരു മാറ്റവുമില്ലല്ലോ എന്നൊക്കെ പ്രിയങ്ക പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സൂര്യയെ വീൽചെയറിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ് രാധിക. പുറത്ത് ആ ചെടികളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിങ്ങനെ അവിടേക്ക് കൊണ്ട് നടക്കുന്നു. കൽപ്പന ദേഷ്യപ്പെട്ടപ്പോൾ തനിക്ക് വിഷമം തോന്നിയോ എന്ന് സൂര്യ ചോദിക്കുന്നു. ഇല്ല എന്ന് രാധികയും പറയുന്നു. കൽപ്പന ചേച്ചി ആരാ? ഏട്ടന്റെ ഭാര്യയല്ലേ, സ്ഥാനം കൊണ്ട് എന്നേക്കാൾ മൂത്തവര് ചിലപ്പോൾ വഴക്ക് പറയും, അതിന് വിഷമിക്കുന്നത് എന്തിനാ? മാത്രമല്ല കൽപ്പനേച്ചി വഴക്ക് പറയുമ്പോൾ ഏട്ടന്റെ ഈ പാപമുഖം മനസ്സിൽ ഓർത്താൽ മതി, അപ്പോൾ ആ വിഷമം മാറിക്കോളുമെന്നും രാധിക പറയുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ അച്ഛനോടും അമ്മയോടും ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, ഒരു അനുജത്തിയെ തന്നില്ലെന്ന് പറഞ്ഞ്. ആ പരാതി ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാകും. അതുകൊണ്ടായിരിക്കും കുറെ വൈകിയെങ്കിലും എനിക്ക് ഒരു അനുജത്തിയെ തന്നത്. ഈ സമയം പ്രിയങ്ക മുറ്റത്തിറങ്ങുന്നുണ്ട്. അവർ സംസാരിച്ച് നിൽക്കുന്നത് പ്രിയങ്ക കാണുന്നു. ഇതൊരു അവസരമാണെന്ന് വിചാരിച്ച് പ്രിയങ്ക അകത്തേക്ക് പോകുന്നു. സൂര്യ പറയുന്നുണ്ട് രാധികയോട്, മുൻപൊക്കെ എൻ്റെ കാലിൽ രക്തം മരവിച്ച ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ എനിക്ക് രക്തം ഓട്ടം അറിയാവുന്നുണ്ട്. എൻ്റെ കാല് അനങ്ങുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ വൈകാതെ ഞാൻ ചൂട് വെച്ചേക്കായെന്നും സൂര്യ പറയുന്നു. ഒക്കെ നടക്കും, അല്ലാതെ എവിടെ പോകാനാ? ഏട്ടനെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ദൈവം കൂടുതൽ കാലം പരീക്ഷിക്കില്ലെന്ന് പറഞ്ഞ് വീണ്ടും രാധിക കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അവിടെ ഓസ് കിടക്കുന്നത് കാണുന്നത്. ആ ഓസ് എടുത്ത് മാറ്റുകയാണ് രാധിക. അതിനിടയിൽ അവിടുത്തെ ഒരു പൂ പറിക്കാൻ ശ്രമിക്കുകയാണ് സൂര്യ. പെട്ടെന്ന് വീൽ ചെയറിൽ നിന്നും താഴേക്ക് വീഴുന്നു. പെട്ടെന്ന് രാധിക സൂര്യ പിടിച്ച് നേരെ വെക്കുന്നുണ്ട്. കൽപ്പനയും ഉർവശിയും വിളിച്ചുകൊണ്ട് പ്രിയങ്ക അവിടേക്ക് വന്നു. ഏട്ടാ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ രാധിക സൂര്യയോട് ചോദിക്കുന്നു. എന്നിട്ട് കാലൊക്കെ തടവി കൊടുക്കുന്നതാണ് അവർ വരുമ്പോൾ കാണുന്ന കാഴ്ച. ഉടുപ്പിലെ ഷർട്ടിലെ ഇതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുകയും ചെയ്യുന്നു. ദേഷ്യത്തോടെ കൽപ്പന അത് നോക്കുന്നു. എടുത്തേ കണ്ടില്ലേ, കാര്യമ്മേൻ്റെ ചേച്ചി തന്നെയാണ്, പക്ഷേ വേറൊരു ഭർത്താവിനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് എന്തിനാ? എടുത്തേക്ക് ചോദിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പ്രിയങ്ക പറയുന്നു. അങ്ങനെ വളരെ ദേഷ്യത്തോടെ കൽപ്പന ഡി എന്ന് പറഞ്ഞ് രാധികയെ വിളിക്കുന്നു. നിന്നോട് സൂര്യയുടെ കാര്യത്തിൽ ഇടപെടേണ്ടത് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ വീണ്ടും അത് തന്നെ ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഉർവശിയും വിട്ടു കൊടുക്കുന്നില്ല. ഉർവശിയും ചോദിക്കുന്നു, നീ ആരാടി? ആകാശത്തുനിന്ന് പൊട്ടിമുളച്ച മാലാഖയോ? എല്ലാവരെയും സുഖപ്പെടുത്താൻ? ചെറിയമ്മേ അരുത്, അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ സൂര്യ പറയുന്നുണ്ട്. ദേഷ്യത്തോടെ കൽപ്പന രാധികയുടെ അരികിലേക്ക് വന്നു. എന്താ കേട്ടപ്പോൾ പൊള്ളിയോ? ഓ, അനങ്ങാണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊരു കുറവില്ലെന്നേ എനിക്കറിയാം. തലോടാനും തൊടാനും ഒരുത്തി കൂടെയുള്ളപ്പോൾ അതിന് പ്രത്യേക ഒരു സുഖമായിരിക്കും എന്നൊക്കെ ദേഷ്യത്തോടെ കൽപ്പന പറയുമ്പോൾ കൽപ്പന എന്ന് ദേഷ്യത്തോടെ സൂര്യ വിളിക്കുന്നു. എൻ്റെ കൺമുന്നിൽ കണ്ടാൽ ഞാനത് പറയും. ആളുടെ മുന്നിൽ അനുജത്തി ഒറ്റയ്ക്കാകുമ്പോൾ എന്താ മനസ്സിലിരിപ്പെന്ന് ആർക്കറിയാം എന്നൊക്കെ കൽപ്പന. നിർത്താനാ പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ സൂര്യ പറയുന്നു. എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ച് മുത്തശ്ശി അവിടേക്ക് വന്നു. അത് പിന്നെ ചേച്ചി ഏട്ടനോട് സംസാരിച്ച് ഇവിടെ നിൽക്കുകയായിരുന്നു എന്ന് പ്രിയങ്ക. സംസാരിച്ചല്ല, തൊട്ടും തലോടിയുമാണ് നിന്നതെന്ന് കൽപ്പന പറയുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത്. എന്താ ബുദ്ധിമുട്ട് തോന്നോ എന്നൊക്കെ കൽപ്പന പറയുന്നു. കൽപ്പന ചോദിക്കുന്നത് കാര്യമല്ലേ, ഇതിനെന്താ ആർക്കും ഒന്നും പറയാൻ ഇല്ലേ എന്ന് ഉർവശി. എന്താ കുട്ടി ഇത്? സൂര്യയുടെ ചികിത്സയുടെ കാര്യം നോക്കുന്നുണ്ട്, അതിൽ സന്തോഷമുണ്ട്. സൂര്യയെ പരിചരിക്കുന്നത് കൽപ്പനയുടെ അവകാശമാണ്, അതിൽ കുട്ടി തലയിടണ്ട എന്ന് അച്ഛൻ പറയുന്നു. പരമേശ്വരൻ പറയുന്നു. ഇരിക്കേട്ട് രാധിക പറയുന്നു, അല്ല ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല, തെറ്റായ രീതിയിൽ കണ്ടുവെന്ന് ഞാൻ പറഞ്ഞില്ല. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാമല്ലോ എന്നും പരമേശ്വരൻ പറയുന്നു.
അച്ഛാ, എനിക്ക് ഇവളെന്റെ കുഞ്ഞു പെങ്ങളുടെ സ്ഥാനത്താണ്. ആ കുട്ടി അപമാനിക്കുന്ന രീതിയിൽ നിങ്ങൾ ആരും ഒന്നും സംസാരിക്കരുത് എന്ന് സൂര്യ പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു, എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെയല്ല, എല്ലാവരുടെയും ചിന്തകളും. എല്ലാവരും ശ്രദ്ധിച്ച് പെരുമാറിയാൽ നല്ലത് എന്ന് പറഞ്ഞ് പരമേശ്വരൻ അവിടെ നിന്ന് പോകുന്നു. വിഷമത്തോടെ നിൽക്കുകയാണ് രാധിക. ദാ കഴിഞ്ഞു. അച്ഛൻ എന്ത് ഭംഗിയായിട്ടാ കാര്യങ്ങൾ അവസാനിപ്പിച്ചത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് പിടിച്ചിറക്കി വിട്ടേനെയായിരുന്നു. അതെങ്ങനെയാ? എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കല്ലേ നന്മയുടെ പ്രതീകമായിട്ട്. എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് അവൾക്ക് വേണ്ടത് അവൾ നേടിയെടുക്കുന്നുണ്ടല്ലോ എന്ന് കൽപ്പന പറയുന്നു. കൽപ്പന, മതി. സൂര്യയുടെ ചികിത്സയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് ആത്മാർത്ഥതയോടെയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ നിന്റെ സംസാരം കേട്ടപ്പോൾ അത് ശരിയല്ല എന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. ആദ്യം മനുഷ്യനെ തിരിച്ചറിയാൻ പഠിക്കണം, എന്നിട്ട് വേണം പ്രതികരിക്കാൻ എന്ന് പത്മിനിയും പറയുന്നു. നിനക്ക് നിന്റെ ചേച്ചി അറിയില്ലേ? നന്നായിട്ട് അറിയില്ലേ? എന്നിട്ട് എന്താ ഇവരിങ്ങനെ പറയുമ്പോൾ ഇവരുടെ കൂടെ നിൽക്കാൻ നിനക്ക് തോന്നിയതെന്ന് മുത്തശ്ശി പ്രിയങ്കയോട് പറഞ്ഞു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.